വളരെ വിജനമായ ഒരു ഗ്രാമപ്രദേശം. അവിടെ ഒരു കൊച്ച് ആശ്രമമുണ്ടായിരുന്നു. ആ ആശ്രമത്തിൻ്റെ മുന്നിൽ ചെറിയൊരു ബോർഡ് ഇപ്രകാരം എഴുതി വച്ചിരുന്നു: അസമയത്ത് ഇതിലെ ആരെങ്കിലും കടന്നു പോകുമ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതെ ഇരിക്കുകയോ താമസിക്കാൻ സ്ഥലമില്ലാതിരിക്കുകയോ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാം, ഇവിടെ നിങ്ങൾക്കുള്ള ഭക്ഷണമുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഒരിക്കൽ ഒരു അപരിചിതനായ മനുഷ്യൻ ആ ഗ്രാമത്തിൽ വന്നു. സന്ധ്യയായി. അദ്ദേഹത്തിന് താമസിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. അദ്ദേഹം നന്നായി വിശന്നു. കുറേ നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഈ ആശ്രമം കാണാനിടയായി. അദ്ദേഹം പെട്ടെന്ന് ആ ബോർഡ് ശ്രദ്ധിച്ചു. അതിലെഴുതി വെച്ചത് അദ്ദേഹം വായിച്ചു. അദ്ദേഹം പെട്ടെന്ന് അതിനകത്തേക്ക് കയറി ചെന്ന് മുന്നിലത്തെ ബെല്ലടിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് ഒരു സന്യാസി വര്യൻ ഇറങ്ങി വന്നു. ചെന്ന മനുഷ്യൻ പറഞ്ഞു: എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, എനിക്കിവിടെ പരിചയമൊന്നുമില്ല, താമസിക്കാൻ ഒരു സ്ഥലം ഏതാണെന്ന് എനിക്കറിയുകയുമില്ല. ആ സന്യാസി ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഉറങ്ങുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പെട്ടെന്ന് പോയി അദ്ദേഹത്തിന് കഴിക്കുവാൻ ഭക്ഷണവും കൊടുത്തു. അങ്ങനെ ആ രാത്രിയിൽ അദ്ദേഹം അവിടെ തങ്ങി. പ്രഭാതമായപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിച്ചു. അദ്ദേഹം യാത്ര ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ മറ്റൊരു മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടു. വളരെ പ്രസന്നനായി രാവിലെ ഇറങ്ങി വരുന്ന ഈ മനുഷ്യനോട് ചോദിച്ചു: താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത്ര പ്രസന്നനായി അതിരാവിലെ നിങ്ങളെ കാണുന്നല്ലോ, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം എവിടെയായിരുന്നു എന്നൊക്കെ ഈ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചു: താങ്കൾ അറിഞ്ഞില്ലേ, ഇന്നലെ ആ ആശ്രമത്തിൽ ഒരാൾ മരിച്ചിരുന്നു, ആ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? പിതാവും ചോദിച്ചു: ഇല്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ സന്യാസി വര്യൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ആശ്രമത്തിൽ വെച്ച് മരിക്കുകയുണ്ടായി. ഈ വിവരങ്ങളൊന്നും ഇദ്ദേഹത്തോട് പറയാതെ, ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും മറ്റുള്ളവരെ കാണിക്കാതെ ആ അപരിചിതനായ മനുഷ്യന് ഉറങ്ങുവാൻ സ്ഥലവും ഭക്ഷണവും ഒരുക്കി കൊടുക്കുവാൻ ആ സന്യാസിക്ക് സാധിച്ചു. സ്നേഹമുള്ളവരെ, ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വിഷമഘട്ടത്തിലും മറ്റുള്ളവരെ അതൊന്നും അറിയിക്കാതെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കണം. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് വഞ്ചിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വലിയ തിരമാലകൾ അടിച്ച് കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും വഞ്ചിയുടെ തലപ്പക്കത്ത് യേശു തല ചായച്ച് ഉറങ്ങുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് വിഷമഘട്ടങ്ങളിലും ഈശ്വര ചൈതന്യമുള്ളവർക്ക് മാത്രമേ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനും മുന്നേറുവാനും സാധിക്കത്തുള്ളൂ. നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, പ്രയാസങ്ങളിലുണ്ടാകാം. എന്നാൽ ഈ സമയങ്ങളിൽ ശാന്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ലോക ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ഏത് കോളിളക്കങ്ങളെയും ഏത് കൊടുങ്കാറ്റിനെയും തൻ്റെ നേരെ കടന്നു വരുന്ന ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും. അമരത്തെ യേശു സുഖമായി ഉറങ്ങുമ്പോൾ നമ്മുടെയും ജീവിതം സുരക്ഷിതമാണെന്ന് നാം വിശ്വസിക്കുക. നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയും ഏത് കോളിളക്കങ്ങളും ഏത് കൊടുങ്കാറ്റും നമ്മുടെ നേരെ വരുമ്പോഴും അവൻ നമ്മുടെ ചാരത്തുണ്ട്. അവൻ നമ്മളെ സംരക്ഷിക്കും. അവന് നമുക്ക് എല്ലാം സമർപ്പിക്കാം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും തകർച്ചകളും വേദനകളും ഒക്കെ അവനിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ കോളിളക്കങ്ങളെയും ഏത് കടലിനെ ശാന്തമാക്കാൻ കഴിവുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.